നമസ്കാരം ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഉള്ളത് വയനാടാണ്. പൂക്കോട് ലേക്കിൻ്റെ ഓപ്പോസിറ്റായിട്ട് ബേർഡ് സ്റ്റേഷൻ എന്ന് പറഞ്ഞ പുതിയൊരു സംരംഭം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് അവിടെയുള്ള പെറ്റ്സിനെയും ബേർഡ്സിനെയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണാം. നമ്മളെ കയറുമ്പോൾ തന്നെ നമ്മളെ വരവേൽക്കുന്ന 2 എമു പക്ഷികളാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള 2 പക്ഷികൾ. നെക്സ്റ്റ് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ഒരു കുതിരയാണ്, വെള്ളക്കുതിര. നമ്മൾ എക്സ്പെക്റ്റേഷനിലുള്ളൊരു ഹോഴ്സ് അല്ല, കുറച്ച് ഏജ്ഡാണ്, കാണാൻ അത്ര ഭംഗിയൊന്നുമില്ല. നെക്സ്റ്റ് എന്താണെന്ന് നോക്കാം. നെക്സ്റ്റ് ഒരു ക്യാമലാണ്, വൈറ്റ് കളറായിട്ടാണ് കാണുന്നത്. കുട്ടിയാണ്, നല്ല ഭംഗിയുണ്ട് കാണാൻ. അത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത് വീണ്ടും ഒരു കുതിരേനെയാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഭംഗിയുള്ള, മറ്റേ കുതിരയെ പോലെയല്ല, കുറച്ചും കൂടി നല്ല ഭംഗിയുള്ള നല്ല ഫിസിക്കൊക്കെ ഉള്ള ഒരു കുതിര പ്രേമികൾക്ക് ഇതിനെ പറ്റി കൂടുതൽ പറയാൻ പറ്റുമായിരിക്കും. പക്ഷേ നമുക്ക് കാണുമ്പോൾ നല്ല ഭംഗിയുള്ള നല്ല ഒത്തൊരു കുതിര. നെക്സ്റ്റ് വരുന്നത് നമുക്ക് നല്ലൊരു വെള്ള പശുവാണ്, കുട്ടിയാണ്. അത് കുള്ളൻ പശുവാണ്, വൈറ്റ് കളറിലെ. നല്ല ഭംഗിയുണ്ട്, ക്യൂട്ടായിട്ടുണ്ട്. വൈറ്റ് കളർ, വളരെ ലവിങ് ആണ്. കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത് പേർഷ്യൻ ക്യാറ്റ്സ് ആണ്. 4-5 ക്യാറ്റ്സ് ഉണ്ട്. എല്ലാവരും വളരെ അലസമായിട്ടിരിക്കുന്നു. അത് കഴിഞ്ഞാൽ വരുന്നത് മുയലാണ്, റാബിറ്റ്സ്, നോർമലല്ല. പിന്നെ വരുന്നത് 2 ആടുകളാണ്. ഇതും പുറത്തുള്ള ബ്രീഡ് എന്തോ ആണെന്ന് തോന്നുന്നു, നമ്മളെ കേരളത്തിലുള്ളതല്ല. അത് കഴിഞ്ഞാൽ വരുന്നത് 2 കുഞ്ഞനാടുകളാണ്. ഇതും നമ്മളെവിടുത്തെ അല്ല, പുറത്തത്തെയാണ്. വെരി ക്യൂട്ട് കുഞ്ഞനാടുകൾ. ഇത് മുട്ടനാട്, നല്ല ഹെൽത്തി ആയിട്ടുള്ള സ്ട്രോങ്. പിന്നെ കാണാൻ പറ്റുന്നത് 2 പോണിയാണ്. കുതിര ഫാമിലിയിലുള്ള കുതിരയുടെ ഒരു റിലേറ്റീവാണ്. പോണി അത്ര ഹൈറ്റ് വെക്കില്ല, എന്തോ ചിന്തിച്ച് നിൽക്കുകയാണ് രണ്ടുപേരും. ഓക്കെ, നമുക്കിനി മുകളിലേക്ക് പോകാം. മുകളിൽ കുറേ കൂടി ആൾക്കാരുണ്ടെന്ന് പറയുന്നു. നമുക്ക് ജസ്റ്റ് ഒന്ന് കയറി നോക്കാം. പോകുന്ന വഴിക്ക് നമുക്ക് കാണുന്നു ഒരു ഓസ്ട്രിച്ച്, ഒട്ടകപ്പക്ഷി. മൂപ്പര് ഭക്ഷണം കഴിക്കുന്ന തിരക്കിലാണ്. എന്തായാലും പോകുന്ന വഴിക്ക് നമുക്കൊരു ഹായ് പറഞ്ഞേക്കാം. ഹായ്. ആഹാ, തിരിച്ച് നമ്മളോടൊരു ഹായ് പറയാമെന്ന് തോന്നുന്നു. ഓക്കെ, നമുക്ക് പ്രൊസീഡ് ചെയ്യാം. പോകുന്ന വഴിക്ക് നമ്മളെ കാത്തിരിക്കുന്നു 2 നായ്ക്കൾ. ഒന്ന് സൈബീരിയൻ ഹസ്കി, വളരെ ലവിങ് ആണ്. ഇത് വന്നിട്ട് ഒരു നാടൻ പട്ടിയാണെന്ന് തോന്നുന്നു. വാലൊക്കെ ആട്ടുന്നുണ്ട്, പക്ഷെ തൊടാനൊന്നും നിൽക്കുന്നില്ല. കടിയെങ്ങാണ്ട് കിട്ടിയാൽ അതിൻ്റെ പിന്നാലെ നടക്കേണ്ടി വരും. സോ നമുക്ക് മുന്നോട്ട് പോകാം. നമുക്കിനി കാണാൻ പറ്റുന്നത്, എനിക്ക് തോന്നുന്നത് ഇതൊരു ഫിഷ് സ്പാ ആണെന്ന് തോന്നുന്നു. നമ്മളെ ഇതിൽ നോക്കാം, നമുക്ക് കയറി നോക്കാം. ഇവിടെ ഉണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു. അതേ ഫിഷ് സ്പാ ആണ്. നമ്മൾ ലെഗ്സൊക്കെ ഇട്ടിരുന്ന നമ്മളെ ഡെഡ് സെൽസൊക്കെ ഈ ഫിഷ് ഒരു സ്പെഷ്യലി ഇതിനായിട്ടുള്ളൊരു ഫിഷാണ്. മഴ പെയ്യുന്നുണ്ട് കേട്ടോ, ചാറ്റൽ മഴ നല്ലതുണ്ട്. ഇവിടെയുള്ളൊരു പ്രത്യേകത ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ ബേർഡ്സ് ഉണ്ട്. കുറേ ബേർഡ്സ് നമ്മളെ കയ്യിൽ നിന്ന് വന്ന് ഫീഡ് എടുക്കും. അവർ നമ്മളെ കയ്യിൽ അവൻ്റെ ഫീഡ് തരുമ്പം നമ്മൾ ബേർഡ്സൊക്കെ നമ്മളെ കയ്യിൽ വന്നിരുന്ന് അത് ആ ഫീഡ് എടുക്കും. അതൊരു വെറൈറ്റി എക്സ്പീരിയൻസ് ആണ്. അപ്പം നമുക്ക് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. വി ആർ മൂവിങ് ഓൺ ടു ദാറ്റ്. ഓക്കെ, നമ്മൾ ഓൾമോസ്റ്റ് എത്തിയിരിക്കുന്നു. യെസ്, വി ആർ ദ സൺകൊണോറാണ്, പാരറ്റ് ഫാമിലിയാണ്. നമുക്കവർ സൺഫ്ലവർ സീഡ്സ് തന്നിട്ടുണ്ടായിരുന്നു. അത് നമ്മളെ കയ്യിൽ നിന്ന് ഫീഡ് എടുക്കുന്നു. അടിപൊളി, ഭയങ്കര ശബ്ദ കോലാഹലമാണ് നമ്മളെ കയ്യിൽ നിന്ന് എടുക്കുന്നത്. ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് ആണ്. ബേർഡ് സീയിങ് ആണ്, വെരി ബ്യൂട്ടിഫുൾ. പിന്നെയും കുറേ ബേർഡ്സ് ഉണ്ട് ഇവിടെ. വി ആർ മൂവിങ് ഓൺ. എന്തായാലും നല്ലൊരു ബേർഡ് സീയിങ് ആണ്. വെരി ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ്.